Hi all, welcome back to our channel Mint Flavors for You. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന വെച്ചിട്ടുള്ള ഒരു ഈസി ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം യൂസ് ചെയ്യാതെ ഈ പഴം തന്നെ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത പഴത്തിൽ നമ്മൾ ഓരോ സ്ട്രോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. വുഡൻ സ്ട്രോയോ കട്ടിയുള്ള പേപ്പർ സ്ട്രോയോ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാത്തിലും സ്ട്രോ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് പാലും ഒരു 2 മുട്ടയും 2 ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/3 കപ്പ് ഷുഗറും 2 പിഞ്ച് സോൾട്ടും 1 കപ്പ് മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം തിക്കായ ഒരു ബാറ്ററാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പഴം നന്നായി ഫ്രീസായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കാം. ഞാൻ നമ്മുടെ ബാറ്റർ നല്ലൊരു ഹൈറ്റുള്ള ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പഴം മുക്കിയെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ പഴമായിട്ട് എടുത്തിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ സൈഡൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം ഇതെടുത്ത് മാറ്റാം. ഉള്ളിൽ നല്ല തണുത്ത ബനാന, പുറത്ത് നല്ല ഈ ചൂടുള്ള ക്രഞ്ചി ക്രസ്റ്റ് കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ബനാന ഫ്രൈ. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈസി ബനാന പോപ്സിക്കിൾ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.